വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അഞ്ചും ഉണ്ണൊക്കെ ഇവിടെ കുട്ടീനെ കാണിക്കുന്നത് ഇതൊക്കെ അത് അമ്മ അവിടെ ഉണ്ട്. അപ്പോൾ ചെക്കൻ ബസ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോഫി ഉണ്ടായിട്ടുള്ളത്. അമ്മമ്മയ്ക്ക് ഇനി എന്തൊക്കെ എടുത്ത് തരണ്ടെന്ന് ഞാൻ പുട്ട് കഴിക്കുന്നുണ്ട്. എനിക്ക് ബിസ്ക്കറ്റ് ഉണ്ട് ഗൈസ്, നല്ല ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഇതിൽ ഉണ്ടാവും. മിച്ചറുണ്ട്. ഇനി അമ്മമ്മയ്ക്ക് ഇനി ഇന്നോട് തരണം എന്നാ പറയണേ. എന്തൊക്കെ തപ്പണുണ്ട് കേട്ടാ. ചായ കുടിക്കണം കേട്ടാ. ചായയില്ല കോഫിക്ക്. ഞങ്ങള് പുറത്തോട്ടൊന്ന് പോവാൻ അമ്മമ്മ ഇല്ല. ഞങ്ങള് ജനിച്ച് വളർന്ന വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ചായി അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ വീടും പരിസരവും നമ്മളവിടെ വളർന്നതല്ലേ, ജനനും വളർച്ചയും. പിന്നെ ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അവിടെ അച്ഛമ്മ ഉണ്ട്, പിന്നെ അമ്മായിയും മാമനും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരിനെയൊക്കെ ഒന്ന് കാണണം. കണ്ടിട്ട് ഞങ്ങൾ വേഗം വരും. അപ്പോൾ അതിനായിട്ട് പോവാൻ കേട്ടോ. ഏയ് പോവാം, വാ ഇറങ്ങ്. അയ്യോ കുഞ്ഞിത്തക്കോയ് കുഞ്ഞിത്തക്കോയ് കുഞ്ഞിത്തക്കോയ്. ഇതൊരു ദേഷ്യവും. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഡ്രൺ 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 ഡ്രൺ. അമ്പൂത്തിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോ കൽക്കണ്ട കുന്നൊന്ന് കാണായി വരും. കൽക്കണ്ട കുന്നിന്റെ ഉച്ചയിൽ ചെല്ലുമ്പം അമ്പിളിത്തമ്പ്രാന്റെ കോലവും കാണാം. ആ കോലത്തെത്തുമ്പോ അവിടെ എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാടിയുണ്ട്, അരികിൽ പായസപ്പുഴയുണ്ട്. അവിടെ കാത്തു കാത്തുറങ്ങിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങു നീ, ചരിഞ്ഞാടിയാടി ഉറങ്ങു നീ. ആകാശത്തു ഞാൻ ആടുന്നേ, കാണാക്കിനാക്കൾ ദൂരങ്ങ നീ. ഹരിമു അത് പൊന്നയുടെ അറിയോ നിങ്ങക്ക്? ഹരിക്കുട്ടി മനസ്സിലായോ? സുന്ദരിക്ക് മനസ്സിലായോ? പേടിച്ചോ? അപ്പം ഞാനാണെങ്കിൽ അച്ഛമ്മോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. എന്താ വിശേഷം, സുഖമല്ലേ, ഇപ്പോൾ വയ്യായൊന്നും ഇല്ലല്ലോ, കാലുവേദന ശ്വാസം മുട്ടൊക്കെ മാറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ട്. അപ്പോൾ ആ അച്ഛമ്മ പ്രായമായില്ലേ, എല്ലാതും ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം നല്ല പോലെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ വയസ്സായില്ലേ, 85 19 വയസ്സായില്ലേ, അപ്പം അതിൻ്റെയൊക്കെ ആണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ പാവം തോന്നി കണ്ടപ്പോൾ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ ജാനക്കുട്ടിയാണെങ്കിൽ ഐസ്ക്രീമൊക്കെ തിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മാമൻ പോയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുന്നു പിള്ളേർക്ക്. അപ്പോൾ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ പറയുക, അമ്മായി വർക്കിന് പോയേക്കായിരുന്നു. അപ്പം അമ്മായി വരാനൊക്കെ ലേറ്റായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിക്കുമ്പോൾ നേരം വൈകിട്ടാണ്. അപ്പോൾ ജാനുക്കുട്ടിക്കാണെങ്കിൽ കളിക്കാൻ അവിടെ ബോളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബോൾ എടുത്തിട്ട് ആളിരുന്നിട്ട് കളിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ, ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വളർന്ന നാടും വീടൊക്കെ പരിസരമൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ജാനുക്കുട്ടി ഓടിക്കളിക്കുമ്പോൾ എനിക്ക് പഴയകാല ഓർമ്മകളൊക്കെ വീണ്ടും വന്നു. എന്ത് രസമാണല്ലോ ഇങ്ങനെ ഓടിക്കളിക്കുന്ന മുറ്റത്ത്. എനിക്ക് ഞങ്ങളുടെ ചെറുപ്പകാലമൊക്കെ ഓർമ്മ വന്നു കേട്ടോ.
അപ്പോൾ വല്ലാത്തൊരു ഫീലാണ് ഈ വീട്ടിൽ ചെല്ലുമ്പോൾ. അത് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു.